ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. ഞങ്ങളെ കൂടാതെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവേ, പിതാവേ, ഒരു പ്രാവശ്യം കൂടെ ഞങ്ങൾ ചെറിയ കൂട്ടമായിട്ട് അങ്ങയുടെ സന്നിധിയിൽ കൂടി വരുന്നപ്പാ. ഹല്ലേലൂയ. കർത്താവേ, കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ ഞങ്ങളെ ഓരോരുത്തരെയും കാത്തു പരിപാലിച്ച കൃപയ്ക്കായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നപ്പാ, സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ഈ ഭവനത്തെ യേശുവിൻ്റെ രക്തത്താൽ മുദ്ര വെച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നവർക്കാകെ പിന്നെ കടന്നു വരുവാൻ ആഗ്രഹിക്കുന്ന മക്കളെയൊക്കെയും അവിടുന്ന് കൂട്ടി വരുത്തുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പം ഹല്ലേലൂയ. ഞങ്ങളുടെ കൂടി വരുമൊക്കെയും കർത്താവേ എൻ്റെ ദൈവനാമമഹത്വത്തിനായി തീരുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പം ഹല്ലേലൂയ. ഓരോ കൂടി വരും ദൈവമേ അങ്ങയോട് ചേർന്ന് ജീവിപ്പാൻ കർത്താവേ, ഞങ്ങളുടെ വചനം കേട്ട് വചനപ്രകാരം ജീവിപ്പാൻ തക്കോണം ഞങ്ങളെ ഒരുക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവൻ ദൈവമേ അവിടുന്ന് ഞങ്ങളിലെ ക്രിയ ചെയ്യണമേ കർത്താവേ. ഞങ്ങൾക്ക് ദൈവമേ നിന്റെ ഇതപ്രകാരം ജീവിപ്പാൻ കർത്താവേ ഓരോ ദിവസവും ദൈവമേ നീ തരുന്ന ദാനമെന്ന് ഓർത്തുകൊണ്ട് അങ്ങേ ആരാധിച്ച് മഹത്വപ്പെടുത്തിക്കൊണ്ട് ജീവിപ്പാൻ ഞങ്ങളെ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ ഹല്ലേലൂയ. സ്തോത്രം കർത്താവേ. യേശുവേ, കൂടെ വന്നിരിക്കുന്ന ഓരോ മക്കളെയും ആ പാദപീഠത്തിലേക്ക് താഴ്ത്തി സമർപ്പിക്കുന്നപ്പ. ഹല്ലേലൂയ കർത്താവേ. വചനം പറവാനും കർത്താവെ പ്രാർത്ഥിപ്പാനും വചനം കേൾക്കുവാനും ഒക്കെ കർത്താവെ ഏക മനസ്സ് ഞങ്ങൾക്ക് നൽകുമാറാകണം കർത്താവെ. അവിടുത്തെ പരിശുദ്ധാത്മാവിൽ ഞങ്ങളെ ഓരോരുത്തരെ നിറയ്ക്കുമാറാകണമേ കർത്താവെ. കേൾക്കുന്ന വചനമൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവെ പ്രാവർത്തികമാകുവാൻ തക്കോണം ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പ. ഞങ്ങളുടെ കൂടി വരവൊക്കെ ദൈവമേ അനുഗ്രഹമായി തീരുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പ. കടന്നു വന്നിരിക്കുന്ന ഓരോ മക്കളുടെയും ചെറുതും വലുതുമായ ആവശ്യങ്ങളെല്ലാം ദൈവം നിന്റെ പാദപീഠത്തിലേക്ക് സമർപ്പിക്കുന്നപ്പ. ഞങ്ങളുടെ കർത്താവ് ഞങ്ങൾക്ക് ആരോടും പറയാൻ പറ്റാത്തതായ ഭാരങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട് കർത്താവെ. അവയെല്ലാം നിന്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കുന്നപ്പ. ഹല്ലേലൂയ ഹല്ലേലൂയ. ഞങ്ങൾ കൂടി വന്ന് കർത്താവെ ഞങ്ങളുടെ മധ്യത്തിലേക്ക് അങ്ങ് ഇറങ്ങി വന്ന് ഹല്ലേലൂയ ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് ആത്മീയമായിട്ട് അനുഗ്രഹിക്കുമാറാകണം കർത്താവെ. ഞങ്ങൾക്ക് സമാധാനം ഒന്നും ഞങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പ. രോഗത്തിന്റെ ഭാരത്താലായിരിക്കുന്ന ഞങ്ങളെ ഓരോരുത്തരെയും കാര്യങ്ങളിലേക്ക് സമർപ്പിക്കുന്നപ്പ. അവിടുന്ന് ഞങ്ങൾക്ക് സൗഖ്യദായകനായിരിക്കണമേ. അവിടുത്തെ അണിപ്പഴുതുള്ള കരം തൊട്ട് ഞങ്ങൾക്ക് സൗഖ്യം തരണമേ അപ്പ. യേശു ക്രൂശിച്ചെറിഞ്ഞ രക്തത്താലുള്ള സമാധാനവും ഞങ്ങൾക്ക് നൽകുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പ. ഈ ആലയവും പരിസരവും യേശുവിൻ്റെ രക്തത്താൽ മുദ്ര വെച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നപ്പ. കൂടി വരുന്ന ഓരോ മക്കളെയും യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നപ്പ. പിന്മാറ്റത്തിലായിരിക്കുന്ന മക്കളെയൊക്കെയും അവിടുന്ന് കൂട്ടി വരുത്തുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പ. ഞങ്ങൾ കേൾക്കുന്ന വചനം കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിൽ അത് കർത്താവ് ഒരു പുതുക്കത്തോടെ ആയിരിക്കാൻ തക്കോണം ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ നാളുകൾ എത്രയെന്ന് ഞങ്ങൾ അറിയുന്നില്ലപ്പ. എങ്കിലും ഓരോ ദിവസവും ദൈവമേ അങ്ങ് തരുന്ന ദാനമെന്ന് ഓർത്ത് അങ്ങയെ പാടി പുകഴ്ത്തിക്കൊണ്ട് ജീവിപ്പാൻ കർത്താവെ ഞങ്ങളെ ഇടയാക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയെ പിരിഞ്ഞൊന്നും ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുവാൻ ഇടവരരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ കൂട്ടായ്മയിലെല്ലാം ദൈവമേ അങ്ങയുടെ സാന്നിധ്യം നിറയുമാറാകണമേ. അങ്ങയെ സത്യത്തിലും ആത്മാവിലും ആരാധിപ്പാൻ ഞങ്ങളെ ഓരോ മക്കളെയും ഇവിടുന്ന് ഇടയാക്കുമാറാകണമേ. അളവ് കൂടാതെ ഇവിടുത്തെ പരിശുദ്ധാത്മാവിനെ ഞങ്ങൾക്ക് തരുമെന്ന് വാക്കുന്നു കർത്താവെ. ആ പരിശുദ്ധാത്മാവിനെ ഞങ്ങളിലേക്ക് അയക്കണമേ. ഈ ദേശത്ത് ജയകരമായി ജീവിപ്പാൻ തക്കണം ഇവിടുത്തെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. എല്ലാ മക്കളെയും പാദപീഠത്തിലേക്ക് സമർപ്പിക്കുന്നു കർത്താവെ. കടന്നു വരുവാൻ ആഗ്രഹിക്കുന്ന മക്കളെയും ആ പാദപീഠത്തിലേക്ക് സമർപ്പിക്കുന്നു കർത്താവെ. അവിടുന്ന് കൂട്ടി വരുത്തുമാറാകണമേ. സകലവും ഞങ്ങൾക്ക് ആ ജീവൻ വെച്ച് യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപ തോന്നി കേൾക്കണം സ്വർഗീയ പിതാവേ. ആമേൻ. ഇരുപത്തിയൊന്നാമത്തെ പാട്ട്. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. കാണാത്ത കാര്യങ്ങൾ കൺമുൻപിലെന്നാവോ, കാണാത്ത കാര്യങ്ങൾ കൺമുൻപിലെന്നാവോ വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ. വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. അഗ്നിതൻ നാളങ്ങൾ വെള്ളത്തിലോള
കർത്തനുണ്ട്, കൂടെ വരുവാൻ കർത്തനുണ്ട്. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. യെരിഹോ മതിലുകൾ ഉയർന്നു നിന്നാൽ അതിൽ വലിപ്പം സാരമില്ല. യെരിഹോ മതിലുകൾ ഉയർന്നു നിന്നാൽ അതിൽ വലിപ്പം സാരമില്ല. ഒന്നിച്ചു നാം ആർപ്പിട്ടെന്നാൽ, ഒന്നിച്ചു നാം ആർപ്പിട്ടെന്നാൽ വന്മതിൽ വീഴും കാൽച്ചുവട്ടിൽ, വന്മതിൽ വീഴും കാൽച്ചുവട്ടിൽ. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. 4 നാളായാലും നാറ്റം വമിച്ചാലും കല്ലറ മുമ്പിൽ കർത്തൻ വരും. 4 നാളായാലും നാറ്റം വമിച്ചാലും കല്ലറ മുമ്പിൽ കർത്തൻ വരും. വിശ്വസിച്ചാൽ നീ മഹത്വം കാണും, വിശ്വസിച്ചാൽ നീ മഹത്വം കാണും. സാത്താന്റെ പ്രവർത്തികൾ അഴിഞ്ഞിടും, സാത്താന്റെ പ്രവർത്തികൾ അഴിഞ്ഞിടും. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. കാണാത്ത കാര്യങ്ങൾ കൺമുൻപിലെന്ന പോൽ, കാണാത്ത കാര്യങ്ങൾ കൺമുൻപിലെന്ന പോൽ വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ, വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. 41 പാട്ട്. 41 സർവ സൃഷ്ടികളും ഒന്നായി പുകഴ്ത്തിടുന്ന സൃഷ്ടാവിനെ സ്തുതിക്കും ഞാൻ. സർവ സൃഷ്ടികളും ഒന്നായി പുകഴ്ത്തിടുന്ന സൃഷ്ടാവിനെ സ്തുതിക്കും ഞാൻ. ഈശോണിതലത്തിൽ ജീവിക്കുന്ന നാളെല്ലാം ഘോഷിച്ചിടും പൊന്നുനാഥനെ. ഈശോണിതലത്തിൽ ജീവിക്കുന്ന നാളെല്ലാം ഘോഷിച്ചിടും പൊന്നുനാഥനെ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, ആയത്ര നല്ലവൻ, ഇന്നും എന്നും കൂടെയുള്ളവൻ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, ആയത്ര നല്ലവൻ, ഇന്നും എന്നും കൂടെയുള്ളവൻ. തന്റെ കരുണയത്രയോ അതിവിശിഷ്ടം തൻ സ്നേഹമാശ്ചര്യമേ. തന്റെ കരുണയത്രയോ അതിവിശിഷ്ടം തൻ സ്നേഹമാശ്ചര്യമേ. ലംഘനങ്ങളും അകൃത്യങ്ങളുമെല്ലാം അകറ്റിയ തന്റെ സ്നേഹത്താൽ. ലംഘനങ്ങളും അകൃത്യങ്ങളുമെല്ലാം അകറ്റിയ തന്റെ സ്നേഹത്താൽ
യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, എത്ര നല്ലവൻ, ഇന്നും എന്നും കൂടെയുള്ളവൻ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, എത്ര നല്ലവൻ, ഇന്നും എന്നും കൂടെയുള്ളവൻ. യുഗശയ്യയിലെനിക്കു സഹായകൻ സകല ജീവിതവുമവൻ. യുഗശയ്യയിലെനിക്കു സഹായകനും സകല ജീവിതവുമവൻ. നല്ല വൈദ്യനും ദിവ്യ ഔഷധവുമേ ആത്മസഖിയുമവൻ തന്നെ. നല്ല വൈദ്യനും ദിവ്യ ഔഷധവുമേ ആത്മസഖിയുമവൻ തന്നെ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, എത്ര നല്ലവൻ, ഇന്നും എന്നും കൂടെയുള്ളവൻ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, എത്ര നല്ലവൻ, ഇന്നും എന്നും കൂടെയുള്ളവൻ. സിയോനിൽ വാണിടുവാനായി വിളിച്ചു തന്റെ ശ്രേഷ്ഠോപദേശവും തന്നു. സിയോനിൽ വാണിടുവാനായി വിളിച്ചു തന്റെ ശ്രേഷ്ഠോപദേശവും തന്നു. എന്തൊരത്ഭുതം ഈ വൻകൃപയെ ഓർക്കുമ്പോൾ നന്ദി കൊണ്ടെന്നുള്ളം തിങ്ങുന്നേ. എന്തൊരത്ഭുതം ഈ വൻകൃപയെ ഓർക്കുമ്പോൾ നന്ദി കൊണ്ടെന്നുള്ളം തിങ്ങുന്നേ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, എത്ര നല്ലവൻ, ഇന്നും എന്നും കൂടെയുള്ളവൻ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, എത്ര നല്ലവൻ, ഇന്നും എന്നും കൂടെയുള്ളവൻ. തേജസ്സിൽ വാസം ചെയ്യുന്ന വിശുദ്ധ അവകാശം ഞാനും പ്രാപിക്കാം. തേജസ്സിൽ വാസം ചെയ്യുന്ന വിശുദ്ധ അവകാശം ഞാനും പ്രാപിക്കാം. ദിവ്യാത്മാവാ ശക്തീകരിച്ചെന്നെയും തൻ സന്നിധിയിൽ നിർത്തിയിടുമേ. ദിവ്യാത്മാവാ ശക്തീകരിച്ചെന്നെയും തൻ സന്നിധിയിൽ നിർത്തിയിടുമേ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, എത്ര നല്ലവൻ, ഇന്നും എന്നും കൂടെയുള്ളവൻ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, എത്ര നല്ലവൻ, ഇന്നും എന്നും കൂടെയുള്ളവൻ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, എത്ര നല്ലവൻ, ഇന്നും എന്നും കൂടെയുള്ളവൻ, ഇന്നും എന്നും കൂടെയുള്ളവൻ, ഇന്നും എന്നും കൂടെയുള്ളവൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ജയം, 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 ഹല്ലേലൂയ, ഹല്ലേലൂയ. 85-ാമത്തെ പാട്ട്. യാക്കോബിൻ വല്ലഭന്റെ ഭുജബലത്താ വിടുതലുണ്ട്, വിടുതലുണ്ട്. ശാലേമിൻ രാജനമേശുവിങ്കൽ വീണ്ടെടുപ്പുള്ളതിനാ. യാക്കോബിൻ വല്ലഭന്റെ ഭുജബലത്താ വിടുതലുണ്ട്, വിടുതലുണ്ട്. ശാലേമിൻ രാജനമേശുവിങ്കൽ വീണ്ടെടുപ്പുള്ളതിനാ. മരണത്തിൻ പാശങ്ങൾ ചുറ്റിയാലും വേദന ഞെരുക്കിയാലും, മരണത്തിൻ പാശങ്ങൾ ചുറ്റി
ഭുജത്താൽ താങ്ങിടും മരണത്തിൻ ഭീകര താഴ്വരയിൽ ബലമുള്ള ഭുജത്താൽ താങ്ങിടും യാക്കോബിനെല്ലാമെന്റെ ഭുജബലത്താൽ വിടുതലുണ്ട് വിടുതലുണ്ട്. ജനമേശുവിങ്കിൽ വീണ്ടെടുപ്പുള്ളതിനാ അനർത്ഥങ്ങൾ അസംഖ്യമായേറിയാലും പ്രതികൂലത്താൽ മനം നീറിയാലും അനർത്ഥങ്ങൾ അസംഖ്യമായേറിയാലും പ്രതികൂലത്താൽ മനം നീറിയാലും അകൃത്യങ്ങൾ ക്ഷമിച്ച എന്നാത്മനാഥൻ അതിലെല്ലാം ജയം തരും ഭുജബലത്താൽ. അകൃത്യങ്ങൾ ക്ഷമിച്ച എന്നാത്മനാഥൻ അതിലെല്ലാം ജയം തരും ഭുജബലത്താൽ. യാക്കോബിനെല്ലാമെന്റെ ഭുജബലത്താൽ വിടുതലുണ്ട് വിടുതലുണ്ട്. ജനമേശുവിങ്കിൽ വീണ്ടെടുപ്പുള്ളതിനാ ശത്രു സൈന്യം പാളയമിറങ്ങിയാലും അന്ധകാര ശക്തികൾ പെരുകിയാലും ശത്രു സൈന്യം പാളയമിറങ്ങിയാലും അന്ധകാര ശക്തികൾ പെരുകിയാലും ക്രിസ്തുവാകും പാറമേലുറച്ചു നിൽപ്പാൻ ജയത്തിൻ കൊടി വീണ്ടും ഉയർത്തിടാമേ. ക്രിസ്തുവാകും പാറമേലുറച്ചു നിൽപ്പാൻ ജയത്തിൻ കൊടി വീണ്ടും ഉയർത്തിടാമേ. യാക്കോബിനെല്ലാമെന്റെ ഭുജബലത്താൽ വിടുതലുണ്ട് വിടുതലുണ്ട്. ജനമേശുവിങ്കിൽ വീണ്ടെടുപ്പുള്ളതിനാ യാക്കോബിനെല്ലാമെന്റെ ഭുജബലത്താൽ വിടുതലുണ്ട് വിടുതലുണ്ട്. ജനമേശുവിങ്കിൽ വീണ്ടെടുപ്പുള്ളതിനാ. കർത്താവിനെ നമുക്ക് അറിവുകൊണ്ട് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. സങ്കീർത്തനം 42. മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്നത് പോലെ ദൈവമേ, എൻ്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാംക്ഷിക്കുന്നു. നിന്റെ ദൈവം എവിടെയെന്ന് അവർ എന്നോട് നിത്യം പറയുന്നത് കൊണ്ട് എൻ്റെ കണ്ണുനീർ രാവും പകലും എൻ്റെ ആകാരമായിരിക്കുന്നു. എൻ്റെ ആത്മാവെ, നീ വിഷാദിച്ചു ഉള്ളിഞ്ഞരങ്ങുന്നത് എന്ത്? ദൈവത്തെ പ്രത്യാശ വെക്കുക. അവൻ എൻ്റെ പ്രകാശരക്ഷയും എൻ്റെ ദൈവവുമാകുന്നു എന്നിങ്ങനെ ഞാൻ ഇനിയും അവനെ സ്തുതിക്കും. നിന്റെ നീർച്ചാരണങ്ങളെ ഇരക്ഷത്തിലാൽ ആഴിയെ വിളിക്കുന്നു. നിന്റെ ഓളങ്ങളും തിരമാലകളുമെല്ലാം എൻ്റെ മീതെ കടന്നു പോകുന്നു. സമയത്ത് ഞാൻ അവനെ പാടിക്കൊണ്ടിരിക്കും. എൻ്റെ ജീവന്റെ ദൈവത്തോടുള്ള പ്രാർത്ഥന. നീ എന്നെ മറന്നതെന്തേ? ശത്രുവിൻ്റെ ഉപദ്രവം ഹേതുവായി ഞാൻ ദുഃഖിച്ച് നടക്കേണ്ടിയിരിക്കുന്നതുമെന്തേ എന്ന് ഞാൻ എൻ്റെ പാറയായ ദൈവത്തോട് പറയും. എൻ്റെ അസ്ഥികളെ തക്കവണ്ണം എന്നെ നിന്ദിക്കും.
എൻ്റെ ആത്മാവെ നീ വിഷാദിച്ച് ഉള്ളിൽ ഞരങ്ങുന്നതെന്ത്? ദൈവത്തെ പ്രത്യാശ വെക്കുക, അവൻ എൻ്റെ മുഖപ്രകാശരക്ഷയും എൻ്റെ ദൈവവുമാവുന്നു എന്നിങ്ങനെ ഞാൻ നീ അവനെ സ്തുതിക്കും. ദൈവമേ സ്തുതിയോഗ്യമാണ്. ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. 42-ാമത്തെ വാക്യത്തിൻ്റെ ആദ്യത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്ന പോലെ ദൈവം എൻ്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാംക്ഷിക്കുന്നു. സങ്കീർത്തനക്കാരൻ പറയുക, എൻ്റെ ആത്മാവ് നിന്നോട് ചെല്ലും. മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്ന പോലെ വളരെ മനോഹരമായ ഒരു പദപ്രയോഗം. എൻ്റെ ആത്മാവ് ദൈവത്തോട് ചേരുവാൻ കാംക്ഷിക്കുന്നു. അതിൻ്റെ അടുത്ത വാക്യം പറയുന്നത്, എൻ്റെ ആത്മാവ് ദൈവത്തിനായി, ജീവനുള്ള ദൈവത്തിനായി ദാഹിക്കുന്നു. ഞാൻ എപ്പോൾ ദൈവസന്നിധിയിൽ ചെല്ലുവാൻ ഇടയാകും. എത്ര സന്തോഷത്തോടുകൂടെയുള്ള ഒരു അനുഭവമാണ്. ചെല്ലുവാൻ ആഗ്രഹിക്കുക, എൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ചെല്ലുവാനും എൻ്റെ ദൈവത്തെ കാണണമെന്നുള്ള വളരെ ആഗ്രഹത്തോടെ സങ്കീർത്തനക്കാരൻ എഴുതുവാൻ, മാൻ നീർത്തോടിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്ന പോലെ ഞാൻ ആഗ്രഹിക്കുവാണ് ദൈവസന്നിധിയിൽ വരുവാനും എൻ്റെ ദൈവത്തെ കാണുവാനും ഞാൻ ആഗ്രഹിക്കുവാന്നാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്. അതിൻ്റെ മൂന്നാമത്തെ വാക്യം, ഇത്ര ആഗ്രഹിക്കുകയും അതുപോലെ കാത്തിരിക്കുകയും ചെയ്യുന്ന ഒരു മനുഷ്യൻ അടുത്ത വാക്യത്തിൽ പറയുകയാണ്, നിന്റെ ദൈവം എവിടെയെന്ന് അവർ എന്നോട് നിത്യം പറയുകൊണ്ട് എൻ്റെ കണ്ണുനീർ രാവും പകലും എൻ്റെ ആഹാരമായി തീർന്നിരിക്കുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയാൻ ഇടയായിത്തീരുന്നത്? നിന്റെ ദൈവം എവിടെയെന്ന് അവർ എന്നോട് നിത്യം പറയുന്നത് കൊണ്ട്. നിത്യം പറയണമെങ്കിൽ എന്തുകൊണ്ടാണ് ദൈവം എവിടെയെന്നുള്ള ചോദ്യം ഉന്നയിക്കുന്നത്? ഈ ലോകത്തിൽ നമ്മൾ ഒരു പ്രതിസന്ധി കൂടെ കടന്നു പോകുമ്പോഴാണ് മറ്റുള്ളവർ നമ്മോട് ചോദിക്കുന്നത്, നിന്റെ ദൈവം എവിടെയെന്ന് ചോദിക്കുന്നത്. ഈ ലോകപ്രകാരമായ സകലവാദ സുഖസൗകര്യങ്ങളും ദുഃഖങ്ങളില്ലാതെയും പ്രതിസന്ധികളില്ലാതെയും പ്രയാസങ്ങളില്ലാതെയും നമ്മുടെ എല്ലാ ഭാഗവും നല്ല നല്ല ഭംഗിയായി പോവുകയാണെങ്കിൽ ആൾക്കാർ നമ്മോട് ചോദിക്കുകയല്ല ദൈവം എവിടെയെന്ന് നമ്മളോട് ചോദിക്കില്ല. നമ്മളോട് ദൈവം എവിടെയെന്ന് ചോദിക്കണമെങ്കിൽ നമ്മൾ പ്രതിസന്ധിയുടെ നടുവിൽ കൂടെ, പ്രയാസങ്ങളുടെ നടുവിൽ, മറ്റുള്ളവരോട് നിന്ദിക്കത്തക്ക രീതിയിലുള്ള പല പ്രയാസങ്ങളുടെ നടുവിൽ കൂടെ നമ്മൾ കടന്നു പോകുമ്പോഴാണ് മറ്റുള്ളവരോട് നമ്മളോട് ചോദിക്കും, നിന്റെ ദൈവം എവിടെയെന്ന്. സങ്കീർത്തനക്കാരൻ പറഞ്ഞോട് ചോദിക്കുവാണ്, നിന്റെ ദൈവം എവിടെയെന്ന് അവർ എന്നോട് നിത്യം പറയുന്നത്, എൻ്റെ കണ്ണുനീർ രാവും പകലും എൻ്റെ ആഹാരമായി തീർന്നിരിക്കുന്നു. എങ്ങനെയാണ് നമ്മളോട് നേരിട്ട് ഒരാൾ വന്ന് നിന്റെ ദൈവം എവിടെയെന്ന് ചിലവൻ ചോദിക്കുകയില്ല. പക്ഷെങ്കിൽ പല രീതിയിൽ കൂടെ നമ്മളോട് പിശാച്, അവർ പല വ്യക്തികൾ കൂടെ നമ്മളോട്, അവർ ചിലപ്പോൾ അങ്ങനെ അർത്ഥത്തിലായിരിക്കുകയില്ല പറയുന്നത്, പക്ഷേ നമ്മളോട് പല രീതിയിലും പറയും. എൻ്റെ മേലായി ഇരുന്ന പല സമയത്തൊക്കെ എൻ്റെ വീട്ടിൽ വന്ന് എൻ്റെ ബന്ധുക്കൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഏതാ ഈ വാതിൽ മാറ്റിവെച്ചാൽ അല്ല ഇങ്ങനെ ആരെയും വിളിച്ച് കാണിച്ചാൽ മതിയെന്ന്. അതിൻ്റെ അർത്ഥം എന്താണ്? ദൈവത്തിനെ കൊണ്ട്, എൻ്റെ ദൈവത്തിന് കഴിവില്ല എന്ന് അവർ പറയുന്നതാണ് ഉത്തരം. അത് ക്രിസ്തുവിന് കഴിവില്ലാത്തത് കൊണ്ട് ഒരു വാതിൽ മാറ്റി വെച്ചാൽ നടക്കുമെങ്കിൽ പിന്നെ നമ്മൾ ക്രിസ്തുവിനെ മുറുകെ പിടിക്കേണ്ട കാര്യമില്ല. കാരണം ക്രിസ്തു എന്ത് അസാധ്യമായ ഒന്നും ദൈവത്തിന് മുമ്പിലില്ല. കഥ അവിടെ ഇരുന്നാലോ വാതിൽ അവിടെ ഇരുന്നാലോ എന്ത് സാധനം നമ്മുടെ വീട്ടിലുണ്ടോ ഇല്ലയോ എന്ന് നോക്കിയല്ല, നമ്മുടെ ഹൃദയത്തെ നോക്കി കർത്താവിന് സകലതും സാധിക്കും. നമ്മുടെ പ്രതിസന്ധി മാറ്റാനും മാറ്റാതിരിക്കാനും ഒക്കെ അധികാരമുള്ളവൻ ക്രിസ്തുവാണ്. അതുകൊണ്ട് നമ്മളോട് മറ്റുള്ളവർ വന്ന് പറയും, ഇന്നത് ചെയ്ത് ഇന്നടത്ത് പോയാൽ മതി എന്നൊക്കെ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ളതായിരിക്കും. അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മുടെ ദൈവം എവിടെയെന്ന് അവർ ചോദിക്കുകയാണ്. നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ മതി എന്ന് നമ്മളോട് പറയുമ്പോൾ അത് പറയുമ്പോൾ സങ്കീർത്തനക്കാർ പറഞ്ഞു, എൻ്റെ കണ്ണുനീർ രാഗം വരും എൻ്റെ ആഹാരമായി തീരുന്നിരിക്കുന്നു. ദൈവത്തോട് കണ്ണുനീർ ഒലിപ്പിക്കുന്ന ഒരു ഭക്തനെ കുറിച്ച് അവിടെ കാണുന്നതിന് 4-ാമത്തെ വാക്യത്തിൽ പറയുന്നു, 4-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ഉത്സവം ആചരിക്കുന്ന പുരുഷാരത്തിന് സന്തോഷവും സ്തോത്രവുമായ സ്വരത്തോടുകൂടി സമൂഹ മധ്യേ ഞാൻ ദേവാലയത്തിൽ ചെന്നത് ഓർത്ത് എൻ്റെ ഉള്ളം എന്നിൽ പകർന്നു. അത് ഒറ്റ വാക്കിൽ വായിച്ചാൽ പെട്ടെന്ന് എനിക്ക് മനസ്സിലാക്കാൻ നമ്മൾ പകുതിയായിട്ട് ഉത്സവം ആചരിക്കുന്ന പുരുഷത്തിൻ്റെ സന്തോഷവും, ഉത്സവം ആചരിക്കുന്ന പഴയ നിയമത്തിൽ ദൈവത്തെ ആരാധിക്കുകയും ദൈവത്തിന് വേണ്ടി നിൽക്കുക, ആ സന്തോഷം, ഉത്സവം ദൈവത്തിന് ആചരിക്കുന്ന പുരുഷാരത്തിൻ്റെ സന്തോഷം. അപ്പോൾ ദൈവത്തെ ആരാധിക്കുന്ന ജനത്തിൻ്റെ സന്തോഷവും സമൂഹമധ്യേ ഞാൻ ദേവാലയത്തിലേക്ക് ചെന്നതോർത്ത്. സമൂഹമധ്യേ ദേവാലയത്തിൽ എന്തിനാണ് ചെല്ലുന്നത്? ദൈവത്തിൻ്റെ വചനം കേൾക്കുവാനും ദൈവത്തെ അറിയുവാനും ദൈവത്തോട് പ്രാർത്ഥിക്കുവാനുമാണ് നമ്മൾ ദേവാലയത്തിൽ പോകുന്നത്. അതുപോലെയാണ് നമ്മൾ ഇന്നിവിടെ കൂടി വരുന്നത്. ഇന്ന് മാത്രമല്ല, എപ്പോഴും നമ്മളിവിടെ കൂടി വരുന്നത് എന്തിനാ? ദൈവത്തെ ആരാധിക്കുവാനും ആ സന്തോഷവും ദൈവത്തിന് ഉത്സവം ആചരിക്കുവാനും ദൈവത്തിൻ്റെ വചനം കേൾക്കുവാനും, ക്രിസ്തുവിൻ്റെ വചനം എന്താണെന്ന് ദൈവത്തിന് എന്ത് നമ്മളോട് പറയുന്നത് അത് കേൾക്കുവാൻ വേണ്ടി നമ്മൾ കടന്നു വരുന്നത്. അന്നേരം ആ സങ്കീർത്തനക്കാരൻ പറയുവാണ്, ഞാൻ ദേവാലയത്തിൽ ചെന്നത് ഓർത്ത് എൻ്റെ ഉള്ളം നിന്നിൽ പകർന്നു. പ്രതിസന്ധിയുടെ നടുവിൽ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മൾ എന്താണ് ഓർക്കേണ്ടത്? നമ്മൾ ഇതുവരെ കേട്ട വചനങ്ങൾ, നമ്മൾ കടന്നുപോയ എന്ത്
എന്ത് പ്രതിസന്ധി വന്നാലും നമ്മൾ ആദ്യം ഓർക്കേണ്ടത് നമ്മൾ കേട്ട വചനത്തിൽ ഹൃദയത്തിൽ എഴുതി തരുന്ന വചനങ്ങൾ നമ്മൾ ഓർക്കാൻ ശ്രമിക്കണം. അന്നേരം അതിൻ്റെ 5-ാമത്തെ വാക്യത്തിൽ എൻ്റെ ആത്മാവെ നീ വിഷാദിച്ച് ഉള്ളിൽ ഞരങ്ങുന്നത് എന്ത്, എൻ്റെ 4-ാമത്തെ വാക്യത്തിൽ അവസാനം എൻ്റെ ഉള്ളം എന്നിൽ പകർന്നു, എൻ്റെ ഉള്ളിൽ എന്ന് എന്നോട് പറയുകയാണ്, എൻ്റെ ആത്മാവെ നീ വിഷാദിച്ച് ഉള്ളിൽ ഞരങ്ങുന്നത് എന്ത്, ദൈവത്തിൽ പ്രത്യാശ വെക്കുക, അവൻ എൻ്റെ മുഖപ്രകാശ രക്ഷയും എൻ്റെ ദൈവവുമാകുന്നു. ആ നമ്മൾ കേട്ട വചനം ദൈവത്തിന് മുമ്പിൽ ധ്യാനിക്കുമ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ ആത്മാവ് നമ്മോട് പറയുകയാണ്, എൻ്റെ ആത്മാവ് നീ വിഷാദിച്ചുള്ളിൽ നിറങ്ങുന്നതിൻ്റെ ദൈവത്തിൽ പ്രത്യാശ വെക്കുക. നമ്മളോട് പറയുകയാണ്, ക്രിസ്തു പറയുക, നീ എന്തിനാണ് ഭയപ്പെടുന്നത്, എന്നിൽ പ്രത്യാശ വെക്കുക, ക്രിസ്തുവിൽ വിശ്വസിക്കുക, മുറുകെ പിടിക്കുക. അപ്പോൾ സങ്കീർത്തനം പറയുക, എൻ്റെ മുഖപ്രകാശ രക്ഷയും എൻ്റെ ദൈവവുമാകുന്നു എന്നിങ്ങനെ ഞാൻ ഇനിയും അവനെ സ്തുതിക്കും. വീണ്ടും ഞാൻ അവനെ സ്തുതിക്കും. പ്രതിസന്ധികളുടെ നടുവിൽ ഞാൻ അവനെ സ്തുതിക്കുമെന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നു. അതിൻ്റെ അടുത്ത വാക്യത്തിൽ പറയുന്നു, എൻ്റെ ദൈവമേ എൻ്റെ ആത്മാവ് എന്നിൽ വിഷാദിച്ചിരിക്കുന്നു. അത്ര ഉറപ്പാണ്. നമുക്ക് ഇങ്ങനെയാ ചില പ്രതിസന്ധികളൊക്കെ വരും, പിന്നെ നമുക്ക് ആ ഉറപ്പ് കിട്ടും. പിന്നെയും അത് കഴിഞ്ഞ് അടുത്ത വാക്യത്തിൽ പറയുക, എൻ്റെ ദൈവമേ എൻ്റെ ആത്മാവ് എന്നിൽ വിഷാദിച്ചിരുന്നു. പിന്നെയും ദുഃഖത്തിൻ്റെ അനുഭവം കടന്നു വരികയാണ്. അതുകൊണ്ട് ഞാൻ യോർദാൻ പ്രദേശത്തും ഹെർമോൻ പർവ്വതത്തിലും മിസാൻ മലയിലും വെച്ചും ഞാൻ നിന്നെ ഓർത്തു. ദുഃഖത്തെ നമ്മതിൽ 3 സ്ഥലങ്ങളിൽ വെച്ച് കർത്താവിനെ ഓർത്ത സന്ദർഭത്തെക്കുറിച്ച് പറയുകയാണ്. നമ്മൾ പല സന്ദർഭത്തിലും വേദനയുടെ പ്രയാസങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ ദൈവത്തെ ഓർക്കുവാനും ദൈവത്തെ മുറുകെ പിടിക്കുവാനും നമ്മൾ ഇടയായിത്തീരണം. അതുപോലെ തന്നെ അതിൻ്റെ 8-ാമത്തെ വാക്യത്തിൽ പറയുന്നു, യഹോവ പകൽ നേരത്തെ തൻ്റെ ദയയെ കൽപ്പിക്കും. ഈ പ്രതിസന്ധിയുടെ നടുവിൽ കൂടെ നമ്മൾ കടന്നു പോകുമ്പം യഹോവ നമുക്ക് ആ പകൽ സമയത്ത് തൻ്റെ ദയയെ കൽപ്പിക്കും. അതിൻ്റെ അതിൻ്റെ അടുത്ത വാക്യം, രാത്രി സമയത്ത് ഞാൻ അവന് പാട്ട് പാടിക്കൊണ്ടിരിക്കും. നമ്മൾ പകൽ നടത്തിയ നമ്മൾ ദൈനംദിനം നമ്മൾ നടത്തുന്ന ദൈവത്തോട് നമ്മൾ നന്ദി പറയാൻ, ദിനം തോറും ദൈവത്തിനോട് നന്ദി പറയാൻ തക്കോണം. സങ്കീർത്തനക്കാരൻ പറയുകയാണ്, പ്രതിസന്ധിയുടെ പോയി, പിന്നെ അവൻ വിടുവിച്ചു, ബലം നന്ദി, പിന്നെ എനിക്ക് ദുഃഖം വന്നു, അന്നേരം ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിച്ചു, ഓർത്തു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ അവനെന്നെ നടത്തി പകൽ സമയത്ത്. അത് കഴിഞ്ഞ് പിന്നെ പറയാണ്, ഞാൻ പാട്ടുപാടി, ദിനം തോറും കർത്താവിന് പാട്ടുപാടിക്കൊണ്ടും എൻ്റെ ജീവനെ ദൈവത്തോടുള്ള പ്രാർത്ഥന തന്നെ. അതിൻ്റെ 9-ാമത്തെ വാക്യത്തിൽ പറയുന്നു, നീ എന്നെ മറന്നതെന്ത്, ശത്രുവിന് ഉപദ്രവം ഹേതുവായി ഞാൻ ദുഃഖിച്ച് നടക്കേണ്ടതെന്ത് എന്ന് ഞാൻ എൻ്റെ പാറയായ ദൈവത്തോട് വന്നു. വീണ്ടും ദുഃഖത്തിൻ്റെ അനുഭവം വരുവാണ്. ഈ ദൈവം നടത്തിയതിനെ ഓർത്ത് നന്ദി പറയുകയും പാട്ട് പാടുകയും ചെയ്യുകയും പിന്നെ അടുത്ത വാക്യത്തിൽ പറയാം, ഞാൻ ദുഃഖിച്ചു, നീ എന്നെ മറന്നതെന്ത്, പരിഭവപ്പെടുവാണ്. അത്ര കഠിനമായ ഒരു വേദനകൾ അല്ലെ പ്രയാസത്തിൽ കൂടെ ആയിരിക്കും സങ്കീർത്തനക്കാരൻ പോയ ആ സന്ദർഭത്തിൽ പറയുകയാണ്, ശത്രു നിമിത്തം എൻ്റെ ഉപദ്രവം ഹേതുവായി ഞാൻ ദുഃഖിച്ച് നടക്കേണ്ടി വന്നതും എന്ത് എന്ന് ഞാൻ എൻ്റെ പാറയായ ദൈവത്തോട് പറയും. ആരോട്? പാറയായ നമ്മുടെ പാറ ആരാണ്? ക്രിസ്തുവാണ്. ക്രിസ്തു എന്ന പാറമേലാണ് നമ്മൾ നിൽക്കുന്നത്. ക്രിസ്തു എന്ന പാറമേൽ നിൽക്കുമ്പോൾ നമ്മുടെ പരിഭവങ്ങളും നമ്മുടെ സങ്കടങ്ങളും നമ്മുടെ ആവലാദികളും എല്ലാം നമ്മൾ ക്രിസ്തുവിനോട് പറയണം. നമ്മുടെ കുഞ്ഞുങ്ങളോട് അത് പറഞ്ഞു പഠിപ്പിക്കണം. പ്രതിസന്ധികൾ പ്രത്യാശയില്ലാതെ നഷ്ടപ്പെടുമ്പോൾ ഇന്ന് പലരും ആത്മഹത്യയുടെ വക്കിൽ എന്തുകൊണ്ട് പോകുന്നു? ക്രിസ്തുവിനെ അറിഞ്ഞുകൂടാ. ഈ ക്രിസ്തുവിനോടൊന്ന് പറഞ്ഞാൽ ഈ പ്രയാസത്തിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും നമുക്ക് ഒരു മറുപടി ഉണ്ടെന്നുള്ളൊരു അറിവില്ലാതെ പോകുന്നത് കൊണ്ടാണ് അനേകർ ഈ ലോകത്തിൽ നിന്ന് സ്വയമായി ആത്മഹത്യയിൽ കൂടെ അവർ മാറ്റപ്പെട്ടു പോകുന്നത്. അങ്ങനെ ഒരു അവസ്ഥ നമ്മൾ വരും തലമുറയോട് നമ്മൾ ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞു പറയുകയും നമ്മൾ ക്രിസ്തുവിൽ അധികമായി ഉറയ്ക്കുകയും വേണം. അത് കഴിഞ്ഞ് അതിൻ്റെ 10-ാമത്തെ വാക്യത്തിൽ അടുത്ത് പിന്നെയും പറയുകയാണ്, നിന്റെ ദൈവം എവിടെയെന്ന് എൻ്റെ ശത്രുക്കൾ ഇടപെടാതെ എന്നോട് പറയുന്നത് കൊണ്ട് വീണ്ടും പറയുകയാണ്. ആ നിന്നയുടെ അനുഭവം പിന്നെയും ജീവിതത്തിൽ കടന്നു വരികയാണ്. നമ്മുടെ ജീവിതത്തിൽ ഈ വാക്യം എനിക്ക് വായിച്ചപ്പോൾ എന്നോട് ഒരു ഭാഗത്ത് പ്രയാസത്തിൽ കൊണ്ടുവരുന്നു, പിന്നെയും അതിനൊരു മറുപടി കിട്ടുന്നു, പിന്നെയും ദുഃഖത്തിൻ്റെ അനുഭവം, പിന്നെ അതിനൊരു വിടുതൽ. ഈ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് നമ്മുടെ മരണം വരെയും ഈ ഒരു ഇതുപോലെയാണ് ഇപ്പോൾ നമ്മുടെ പോകുന്നത്. പ്രതിസന്ധികളുടെയും പ്രയാസങ്ങളും ഒരു അനുഭവം കഴിഞ്ഞാൽ എല്ലാം മാറി ഇനി ശുഭമാണ് എന്നൊരു ക്രിസ്തീയ ജീവിതത്തിലില്ല. നമ്മുടെ ശുഭമായിരിക്കുന്നത് ഇത് കഴിഞ്ഞൊരു ജീവിതത്തിലാണ്. പ്രതിസന്ധികളുണ്ടാകും, നമ്മൾ ശാക്കാൻ പല രീതിയിലും പാറ്റിക്കളയാൻ തക്കോണം നമ്മളോട് ഇടപെടും. പക്ഷേ നമ്മൾ ക്രിസ്തുവിൽ ഉറച്ചിരിക്കണം. എൻ്റെ ഒരു അനുഭവ സാക്ഷ്യം കൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഇതിനു മുമ്പത്തെ ആഴ്ചയിൽ എനിക്ക് കമ്പനിയിൽ പോയപ്പോൾ എനിക്ക് നടുവേദന ഭയങ്കര ഭാരപ്പെട്ടു. അതിന് ഞാൻ വീട്ടിൽ വരേണ്ടി വന്നു. എനിക്ക് ഒട്ടും ജോലി ചെയ്യാൻ മേലാത്തൊരവസ്ഥ ഞാൻ തിരിച്ചു പോന്നു. അന്നേരം വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് പിന്നെ എഴുന്നേക്കാനൊക്കെ ഒരു ശകലം ബുദ്ധിമുട്ട്. അന്നേരത്തേക്ക് എൻ്റെ മനസ്സിൽ പെട്ടെന്നൊരു ഭാരം വന്നു. അയ്യോ, ഇനി എത്ര നാൾ കിടക്കേണ്ടി വരും, അല്ലെങ്കിൽ റെസ്റ്റ് എടുക്കണം. നമ്മുടെ അങ്ങനെയുള്ളൊരു പെട്ടെന്നൊക്കെ എനിക്കങ്ങനെ ടെൻഷനൊക്കെ വരും. അന്നേരം അവള് പറഞ്ഞു എന്നോട്, ഇത്ര നാളും ദൈവം നമ്മൾ നടത്തിയില്ലേ, എന്നെ പല വചനം അങ്ങനെയൊക്കെ പറഞ്ഞ് ബലപ്പെടുത്തി. അത് കഴിഞ്ഞ് കഴിഞ്ഞ ഞായറാഴ്ച മോഴിച്ചാൻ
ഇങ്ങനെ ധൈര്യത്തെക്കുറിച്ചൊക്കെ പ്രസംഗിച്ചു. മരണമേ നിന്റെ ജയം എവിടെ, നമ്മൾ ധൈര്യപ്പെട്ടിരിക്കുന്നതിനെ കുറിച്ചൊക്കെ. അത് ജീവിതത്തിൽ നമ്മൾ ഏത് അവസ്ഥയിലായിരുന്നാലും ദൈവത്തിൻ്റെ വചനത്തിന് മുമ്പിൽ ഇരിക്കും, അത് നമ്മളെ ഉറപ്പിക്കും. നമ്മൾ ചിലപ്പോൾ ചില പ്രയാസങ്ങൾ സന്ദർഭത്തിൽ വരുമ്പോൾ ആ വചനം, അന്നത്തെ വചനം നമ്മളോടായിരിക്കും. അത് പലപ്പോഴും എൻ്റെ ജീവിതത്തിൽ അത് അങ്ങനെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്നത്, നമ്മൾ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലുള്ള നമ്മുടെ പ്രയാസങ്ങളുണ്ടായിരിക്കും, അത് മാറും, പിന്നെയും വരികയാണെന്നല്ല, പിന്നെയും വരും. എങ്കിൽ ക്രിസ്തുവിൽ തന്നെ ഉറച്ചിരിക്കുവാൻ തക്കവണ്ണം നമ്മുടെ ജീവിതത്തിൽ ഇടയായി തീരണം. അതിൻ്റെ 11-ാമത്തെ ഭാഗത്ത് പിന്നെയും പറയുകയാണ്, എൻ്റെ ആത്മാവെ നീ വിഷാദിച്ച് ഉള്ളിൽ ഞരങ്ങുന്നതിൻ്റെ ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക, അവൻ എൻ്റെ മുഖപ്രകാര രക്ഷയും എൻ്റെ ദൈവമാകുന്നു എന്നിങ്ങനെ ഞാൻ ഇനിയും അവനെ സ്തുതിക്കും. നമ്മുടെ ജീവിതാവസാനം വരെയും നമുക്ക് പറയുവാൻ സാധിക്കണം. നമ്മുടെ അവസാനം വിഷാദം നമുക്ക് പ്രതിസന്ധികൾ സൃഷ്ടിക്കും. എന്നാൽ നാം ധൈര്യത്തോടെ പറയണം, ക്രിസ്തുവിൽ വിശ്വസിക്കുകയും ക്രിസ്തുവിനായി ജീവിക്കുകയും ക്രിസ്തുവിനായി കാത്തിരിക്കുകയും ചെയ്യണം. അതാണ് നമ്മൾ അവസാനം വരെ നമ്മുടെ ജീവിതത്തിൽ നടന്നു വരേണ്ടത്. ഇതിൽ നിന്ന് നമ്മുടെ ഈ ക്രിസ്തുവിൽ നിന്നുള്ള ഫോക്കസിൽ നിന്ന് മാറ്റുവാൻ പിശാച് നമ്മൾ പല തന്ത്രങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരും. എന്നാൽ നമ്മൾ അങ്ങനെയുള്ള പ്രതിസന്ധികളെ കണ്ട് ഭയപ്പെടരുത്. വചനത്തിൽ ഉറയ്ക്കുവാൻ തക്കവണ്ണം ഓരോ ദിവസവും ദൈവത്തിൻ്റെ വചനത്തിൽ മുമ്പിരിക്കുകയും കർത്താവിൽ ഇറക്കുകയും ചെയ്യാൻ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവം. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ട് ഒരുങ്ങാം. സാലിച്ചേച്ചി കടന്നു വന്ന് പ്രാർത്ഥിക്കണം. യോറേട്ടൻ്റെ വേർപാടിലെ ദുഃഖിച്ചിരിക്കുന്ന കുഞ്ഞോളാൻ്റിക്ക് വേണ്ടി, മക്കൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് ബലപ്പെടുത്തട്ടെ. ഇന്ന് 1-2 പ്രാർത്ഥനാ വിഷയങ്ങളുള്ളത്. ഒന്ന്, പൊങ്ങന്താനത്ത് റിനി തലവേദനയാൽ ഭാരപ്പെട്ട് ഭവനത്തിലായിരിക്കുന്നു, കടന്നു വന്നിട്ടില്ല. നമുക്ക് റിനിയെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. അതുപോലെ അച്ചമുഞ്ചാനെ സാലിച്ചേച്ചിയുടെയും 2ാമത്തെ മകളുടെ ഭർത്താവ് കാരിത്താസിൽ അഡ്മിറ്റാണ്. ലിവർ സംബന്ധമായ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ട്. ആ മകനെ നമുക്ക് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. കർത്താവ് രോഗങ്ങളൊക്കെ മാറ്റി സൗഖ്യം കൊടുക്കേണ്ടതിന് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. പയ്യപ്പാടിലെ കുഞ്ഞോളാൻ്റിയുടെ മകൾ അനു ജോലിക്ക് പോകാൻ തുടങ്ങി. കർത്താവ് അത്ഭുത വിടുതലാണ് കൊടുത്തത്. കർത്താവിനെ നമുക്ക് വീണ്ടും സ്തുതിക്കാം. യേശുവിൻ മൂലമെൻ യാചന നൽകുമെൻ, യേശുവിൻ മൂലമെൻ യാചന സ്വോത്രം നാഥാ സ്തുതിക്കുന്നു. ക്രിസ്തുയേശുവിൽ കൂടി അടിയങ്ങളെ അളവില്ല സ്നേഹിക്കുന്ന അടിയങ്ങളുടെ സ്വർഗസ്ഥ പിതാവാം ദൈവമേ, ഈ വിശുദ്ധ ദിവസത്തിൻ്റെ സന്ധ്യായ സമയത്ത് പല ദേശങ്ങളിലെ പല ഭവനങ്ങളിലായിരുന്ന അടിയങ്ങൾക്ക് ഈ ആലയത്തിൻ്റെ തണലിൻ കീഴിലായിരിക്കാൻ തക്കവണ്ണം അവിടുന്ന് ഒരുക്കി തന്ന വിലയേറിയ അവസരത്തിനായി നീയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. കർത്താവേ, ഇന്നത്തെ പാൽക്കാല കർത്താവേ, അടിയങ്ങൾ വരാമാകുന്ന അവധാനാർത്ഥങ്ങളിൽ നിന്നും രോഗദുഃഖാദികളിൽ നിന്നൊക്കെ പിടിപ്പിച്ച് ആ പാതപീഠത്തിലേക്ക് കൂട്ടി കൃപകൾക്കായി സ്തോത്രം. കർത്താവേ, 2-3 പേർ യേശുവിൻ്റെ നാമത്തിൽ എവിടെ കൂടിയാലും മധ്യത്തിൽ കടന്നു വന്ന് അനുഗ്രഹിക്കാവുന്ന വാക്കുവന്ന കർത്താവ് ഇന്ന് ഞങ്ങളുടെ മധ്യത്തിലും കടന്നു വന്നിരിക്കാൻ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. കർത്താവേ, പാടുവാനും പ്രാർത്ഥിപ്പാനും തിരുവചനം ധ്യാനിപ്പാനും ഒക്കെ അടിയങ്ങൾക്ക് തന്ന കൃപകൾക്കായി സ്തോത്രം. കർത്താവേ, ഒരവസരം കൂടി കർത്താവിനെ ഒന്ന് ഉയർത്തുവാനും യേശുവിൻ്റെ മുഖം ഒന്ന് അന്വേഷിപ്പാനും തക്കവണ്ണം ഈ അടിയങ്ങൾക്ക് തന്ന കൃപകൾക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഇതിനൊന്നും യോഗ്യതയില്ലായിരുന്ന അടിയങ്ങളെ കർത്താവ് അവിടുന്ന് വിളിച്ച് വേർതിരിച്ച് അവിടുത്തെ മക്കളും പ്രിയമക്കളുമാക്കി തീർത്ത വലിയ കൃപയ്ക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, അവിടുത്തെ പാദപീഠത്തിലിരിക്കുന്ന ഒരു ദിവസം വേറെ 1000 ദിവസത്തേക്കാൾ ഉത്തമമാണല്ലോ. കർത്താവിൻ്റെ പാദപീഠത്തിൽ ഇരുന്ന് കർത്താവിനെ ഒന്ന് സ്തുതിപ്പാനും ആ വചനങ്ങളെയൊക്കെ ഒന്ന് ശ്രവിപ്പാനും തക്കൊണ്ട് അടിയങ്ങളെ അവിടുന്ന് ബലപ്പെടുത്തണമേ, ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കടന്നു വന്നിരിക്കുന്ന ഓരോ മക്കളെ അപ്പൻ്റെ
കർത്താവിന്റെ പാദപീഠത്തിൽ അടിയൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എന്റെ മക്കളുടെ ചെറുതും വലുതുമായ എല്ലാ ആവശ്യകാര്യങ്ങളെ പാദപീഠത്തിൽ സമർപ്പിക്കുകയാണ് കർത്താവെ. ഭാരമേറിയ വിഷയങ്ങളുമായി കടന്നാരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ അപ്പച്ചൻ അവരെ ആശ്വസിപ്പിച്ച് പറഞ്ഞയക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ ഭാരം യഹോവയുടെ മേലിട്ടുകൊള്ളുക, അവൻ നിന്നെ പുലർത്തുമെന്ന് വാക്കുവന്ന കർത്താവ് ഭാരങ്ങളെ ചുമക്കുവാനായി അടിയങ്ങളുടെ മധ്യത്തിൽ കടന്നു വന്നിരിക്കാൻ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ദൈവമേ, അടിയങ്ങളുടെ കർത്താവെ വചനത്തിനൊക്കെയും കടന്നു വരുവാനൊക്കെ അടിയങ്ങൾക്ക് അവസരം ഒരുക്കി തന്ന മോൻചായനെ കുടുംബമായി അപ്പൻ്റെ പാദപീഠത്തിൽ അടിയൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. എൻ്റെ മകനെ ഇത്രത്തോളം അവിടുന്ന് കാക്കുകയും പരിപാലിക്കുകയും വഴി നടത്തുകയും ചെയ്യുന്ന വലിയ കൃപയ്ക്കായി സ്തോത്രം കർത്താവെ. കുടുംബമായി അപ്പൻ്റെ പാദപീഠത്തിൽ അടിയൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആന്റിയെ ഏൽപ്പിക്കുന്നു, കുഞ്ഞുങ്ങളെ ഏൽപ്പിക്കുന്നു, പിഞ്ചുദാനങ്ങളെ ഏൽപ്പിക്കുന്നു. കുഞ്ഞുങ്ങളൊക്കെ ആയിരിക്കുന്നിടത്ത് കർത്താവിൻ്റെ രക്തകോട്ടയ്ക്കുള്ളിൽ മറച്ച് കാത്തു പരിപാലിച്ചു കൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അടിയങ്ങളെ രോഗികളായ മക്കളെയൊക്കെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ. പങ്കദാനത്തെ എനിക്കായി പ്രാർത്ഥിക്കുന്ന കർത്താവെ. എൻ്റെ മകൻ്റെ തലവേദനയുടെ ഭാരത്തിൽ നിന്ന് കർത്താവ് പൂർണ്ണ വിടുതൽ ആശ്വാസം അവിടുന്ന് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ മകനെ അടിയങ്ങളെ പാദപീഠത്തിലേക്ക് താഴ്ത്തി സമർപ്പിക്കുകയാണ് കർത്താവെ. അതിൻ്റെ മകൻ ഭവനത്തിലായിരിക്കുന്നുവല്ലോ യേശുവെ, അപ്പ അവിടുന്ന് തൊടണമേ, സൗഖ്യവും വിടുതലും അവിടുന്ന് നയിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവമേ, വേർപാട് മൂലം ദുഃഖത്തിലായിരിക്കുന്ന ഭവനത്തെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു കർത്താവെ. കഴിഞ്ഞ ആഴ്ച അടിയങ്ങളോട് കൂടെ ഉണ്ടായിരുന്ന അടിയങ്ങളുടെ ആത്മീയ സഹോദരൻ കർത്താവെ അടിയങ്ങളിൽ നിന്ന് മാറ്റപ്പെട്ടു പോയല്ലോ കർത്താവെ. കർത്താവിൻ്റെ ആ ഭവനത്തോട് കർത്താവ് മനസ്സല്യണമേ. ആ ഭവനത്തിലുള്ള ആന്റിയെയും കുഞ്ഞുങ്ങൾക്കും വിദ്യാലയങ്ങൾക്കും ഒക്കെയും കർത്താവ് ആശ്വാസവും കൊടുക്കും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ആത്മാവ് നിത്യതയിലായിരിക്കാൻ കൊണ്ട് അടിയങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവിടുന്ന് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നപ്പ, അവിടുന്ന് പ്രവർത്തിക്കുന്ന അടിയങ്ങൾ വിശ്വസിക്കുന്നപ്പ. എൻ്റെ യേശുവേ, കർത്താവെ കുഞ്ഞോടാൻറ്റിക്കായി പ്രാർത്ഥിക്കുന്നു. നിന്റെ മകളായിരിക്കുന്നിടത്ത് കർത്താവിൻ്റെ കരം കൂടെ ഇരിക്കുന്ന ഉറവൾക്കായി സ്തോത്രം. അനുവിന് ജോലിക്കായി കടന്നു പോകുവാൻ തക്കോണം കർത്താവ് അവസരം ഒരുക്കിയ കൃപയ്ക്കായി സ്തോത്രം. കർത്താവ് കൊടുത്ത വിടുതലിനായി സൗഖ്യത്തിനായി നീയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവെ. കർത്താവെ, ഞങ്ങളുടെ മകനെയും കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ആശുപത്രിയിൽ കിടക്കയിലായിരിക്കുന്നപ്പ അവിടുന്ന് പ്രവർത്തിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പൂർണ്ണ സൗഖ്യവും വിടുതലും എൻ്റെ മകന് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങേലുള്ള വിശ്വാസവും ഒന്ന് ഉറപ്പിച്ചു കൊടുക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് തൊട്ടവരെയും സൗഖ്യം പ്രാപിച്ചല്ല കർത്താവെ. എൻ്റെ മകനെ അടിയങ്ങൾ താഴ്ത്തി ഏൽപ്പിക്കുന്നു കർത്താവ്. കൂടെ ഇരുന്നവ സൗഖ്യത്തെ അയക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. നഷ്ടപ്പെട്ടു പോകാതെ വണ്ണം കർത്താവ് തങ്കച്ചെറുകടിയിൽ സൂക്ഷിച്ചു പരിപാലിച്ചു കൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ കരങ്ങളിലേക്ക് പൂർണ്ണമായ ഭവനത്തെ ഏൽപ്പിക്കുന്നു. അങ്ങയിലുള്ള വിശ്വാസത്തിൽ ഉറച്ചു ജീവിപ്പാൻ തക്കോണം ഭവനമായി അവിടുന്ന് അനുഗ്രഹിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ആ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നപ്പ അവിടുന്ന് കൂടെ ഇരിക്കണമേ, സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. വചനവുമായി എഴുന്നേറ്റ് നിൽക്കുമ്പോൾ കർത്താവ് അടിയങ്ങൾക്ക് വേണ്ടുന്ന വചനം തന്ന് അനുഗ്രഹിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കേൾക്കുന്ന വചനങ്ങൾ അടിയങ്ങളുടെ ഹൃദയത്തിൻ്റെ മാംസപലകയിൽ പരിശുദ്ധാത്മാവിനാൽ അവിടുന്ന് എഴുതി തരുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദുഷ്ടൻ വർക്കി കളയാതെ വണ്ണം കർത്താവ് അവിടുന്ന് കാത്തുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അത് 30, 60, 100 മേനി ഫല അടിയങ്ങളിൽ പുറപ്പെടുവിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. വെറുതെ വന്ന് വെറുതെ പോകുന്നവരായിട്ടല്ല കർത്താവെ. വലിയ കൊള്ള കിട്ടി സന്തോഷത്തോടെ കടന്നു പോകുവാൻ തക്കോണം കർത്താവ് അടിയങ്ങളെ സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നാഥ, ഇന്ന് കടന്നു വരാൻ സാധിക്കാഞ്ഞ മക്കളെയൊക്കെയും കരങ്ങളിൽ ഏൽപ്പിക്കുന്നപ്പ അവരൊക്കെ ആയിരിക്കുന്നിടത്ത് കർത്താവിൻ്റെ കരം കൂടെ ഇരിക്കണമേ. അനുഗ്രഹത്താൽ ഓരോരുത്തരെ അവിടുന്ന് നിറയ്ക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. പിന്മാറ്റത്തിൻ്റെ അവസ്ഥയിലായിരിക്കുന്ന മക്കളെയൊക്കെ അപ്പ അവിടുന്ന് കൂട്ടി വരുത്തുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദേശത്തെയും ചുറ്റുപാടുകളെയൊക്കെ ഏൽപ്പിക്കുന്നു നാഥ. അനർത്ഥങ്ങളിൽ ആപത്തുകളിൽ നിന്നൊക്കെ വിടുവിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അടിയന്റെ കുറവുകളോ ബലഹീനതകളോ കർത്താവെ ഇന്നത്തെ അനുഗ്രഹത്തിന് തടസ്സമാകരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. സത്യത്തിലും ആത്മാവിലും അങ്ങേ ആരാധിപ്പാൻ അടിയങ്ങളെ ഓരോരുത്തരെ അവിടുന്ന് ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവിടുന്ന് കർത്താവിൻ്റെ കരാടിയങ്ങളോട് കൂടെ ഇരിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അന്ത്യത്തോളം ക്രിസ്തുവാകുന്ന ഉറച്ച പാറമേൽ ആശ്രയം വെച്ച് ജീവിപ്പാൻ അടിയങ്ങളെ ഓരോ കുടുംബത്തെയും അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നാഥ. എല്ലാ കൃപകളാലും അനുഗ്രഹങ്ങളാലും അടിയങ്ങളെ നിറച്ച് പറഞ്ഞയക്കുമാറാകണമെന്ന് അടിയങ്ങൾക്ക് വേണ്ടി ജീവൻ തന്ന രക്ഷകന്റെ പാദപീഠത്തിൽ സമർപ്പിക്കുന്നു. കൃപയോട് കേട്ട് ഉത്തരമരുളണമേ.
ഒരു പ്രാവശ്യം ഒരു കർത്താവിൻ്റെ സന്നിധിയിൽ കടന്നു വരുവാൻ ദൈവം അനുവദിച്ച കൃപകൾക്കായി നമുക്ക് സ്തോത്രം ചെയ്യാം. ഈ മഹാഭാഗ്യം അനേകർക്ക് നഷ്ടപ്പെട്ടപ്പോൾ കർത്താവ് നമുക്ക് തന്ന ഈ ഭാഗ്യപദവിക്കായി നമുക്ക് സ്തോത്രം ചെയ്യാം. ഇന്ന് തന്ന സങ്കീർത്തനത്തിനായി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. മാന്യത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാക്ഷിക്കുന്നത് പോലെ എൻ്റെ ആത്മാവ് ദൈവം എന്നോട് ചേരുവാൻ കാക്ഷിക്കുന്നു. ആ ഒരു ആകാംക്ഷയോടുകൂടി കടന്നു വരുവാൻ കർത്താവ് നമുക്ക് ബലം തന്നതോർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. ഈ ദൈവത്തെ രുചിച്ചറിയുവാൻ നമ്മുടെ ജീവിതത്തിൽ തന്ന ഭാഗ്യപദവിക്കായി നമുക്ക് സ്തോത്രം ചെയ്യാം. യേശുവിനെ ആരാധിക്കുവാനും സ്തുതിപ്പാനും കർത്താവെ ഞങ്ങളെ സഹായിക്കുമാറണമേ. ആ തിരക്കത്താൽ ഞങ്ങളെ ഒന്ന് കഴുകുമാറാകണം. തിരക്കത്താൽ നമ്മൾ ഓരോരുത്തരെയും കഴിയ കൃപകൾക്കായി നമുക്ക് ദൈവത്തിൽ സ്തോത്രം ചെയ്യാം. ദൈവസ്നേഹത്തിൻ്റെ ദർശനം നീ ക്രൂശിൽ കണ്ടിടുക. പാപമില്ലാത്തവൻ കൈമാര ക്രൂശിൽ മരിച്ചുവല്ലോ. ദൈവസ്നേഹത്തിൻ്റെ ദർശനം നീ ക്രൂശിൽ കണ്ടിടുക. പാപമില്ലാത്തവൻ നിന്റെ പേർക്കായ്മാരെ ക്രൂശിൽ മരിച്ചുവല്ലോ. വീണ്ടെടുക്കുവാൻ നിൻ വിലയേകുവാൻ ജീവരക്തമേകനായി ചൊരിഞ്ഞുവല്ലോ. വീണ്ടെടുക്കുവാൻ നിൻ വിലയേകുവാൻ ജീവരക്തമേകനായി ചൊരിഞ്ഞുവല്ലോ. രക്ഷകൻ യേശുവിൻ സന്നിധിയിൽ കടന്നു വന്നിടുവിൻ. മഹത്വരാജനാം നിന്നിലേക്കുന്നവൻ എഴുന്നള്ളിയിടട്ടെ. രക്ഷകൻ യേശുവിൻ സന്നിധിയിൽ കടന്നു വന്നിടുവിൻ. മഹത്വരാജനാം നിന്നിലേക്കുന്നവൻ എഴുന്നള്ളിയിടട്ടെ. ആ മഹത്വരാജൻ നമ്മളിലേക്ക് എഴുന്നള്ളാൻ തക്കണം. കർത്താവെ ഞങ്ങളെ സഹായിക്കണമേ. ആ മഹത്വരാജനെ ഞങ്ങളിലേക്ക് അയക്കണമേ. വാഗ്ദത്തം പോലെ അവൻ ഇന്നിവിടെ ആഗതനായിട്ടുണ്ട്. അകൃത്യമൊക്കെയും അനുതാപത്തോടെ ഏറ്റുപറയുന്നു. നിൻ രോഗം മാറ്റിടും, നിൻ പാപം നീക്കിയിടും, ശുദ്ധനാക്കി നിന്നെ സ്വന്തം പുത്രനാക്കിയിടും. ആ സ്നേഹത്തിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. ഈ ദൈവത്തെ നമുക്ക് സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. ആരാധനയ്ക്കായി നമുക്ക് എഴുന്നേൽക്കാം. പാട്ടുപുസ്തകത്തിലെ 168 പാട്ട്, വിശുദ്ധിയെ തികച്ച് നാം ഒരുങ്ങി നിൽക്കുക. ആ വിശുദ്ധിയെ തേക്കുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവെ ഞങ്ങളെ സഹായിക്കണമേ. ആരാധിപ്പാനുള്ള കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം, ഹല്ലേലൂയ. വിശുദ്ധിയെ തികച്ചു നമ്മൊരുങ്ങി നിൽക്കാം. പ്രിയൻ വരുവതിൽ താമസമേറെയില്ല. വിശുദ്ധിയെ തികച്ചു നമ്മൊരുങ്ങി നിൽക്കാം. പ്രിയൻ വരുവതിൽ താമസമേറെയില്ല. തന്റെ വാഗ്ദത്തങ്ങൾ പലതും നിറവേറുന്നേ ഒരുങ്ങിടാം. വാഗ്ദത്തങ്ങൾ പലതും നിറവേറുന്നേ ഒരുങ്ങിടാം. വിശുദ്ധിയെ തികച്ചു നമ്മൊരുങ്ങി നിൽക്കാം. പ്രിയൻ വരുവതിൻ താമസമേറെയില്ല. യുദ്ധങ്ങൾ, ക്ഷാമങ്ങൾ, ഭൂകമ്പം, പല വ്യാധികളാൽ ജനം നശിച്ചിടുന്നു. യുദ്ധങ്ങൾ, ക്ഷാമങ്ങൾ, പല വ്യാധികളാൽ ജനം നശിച്ചിടുന്നു. രാജ്യം രാജ്യങ്ങളോടടുത്തു തുടങ്ങിയല്ലോ ഒരുങ്ങിയിടാം. രാജ്യം രാജ്യങ്ങളോടടുത്തു തുടങ്ങിയല്ലോ ഒരുങ്ങിയിടാം. വിശുദ്ധിയെ തികച്ചു നമ്മൊരുങ്ങി നിൽക്കാം. പ്രിയൻ വരുവതിൻ താമസമേറെയില്ല. വിശുദ്ധിയെ തികച്ചു നമ്മൊരുങ്ങി നിൽക്കാം. പ്രിയൻ വരുവതിൻ താമസമേറെയില്ല. കൊട്ടാരങ്ങൾ തുടങ്ങി കോർട്ടിൽ വരെ ജനം കണ്ണു നിർത്താഴകരയിലല്ലയോ. കൊട്ടാരങ്ങൾ തുടങ്ങി കോർട്ടിൽ വരെ ജനം കണ്ണു നിർത്താഴകരയിലല്ലയോ. ഒരു സ്വസ്ഥതയുമില്ല മനുഷ്യർക്ക് ഒരുങ്ങിടാം. ഒരു സ്വസ്ഥതയുമില്ല മനുഷ്യർക്ക് ഒരുങ്ങിടാം. വിശുദ്ധിയെ തികച്ചു നമ്മൊരുങ്ങി നിൽക്കാം. പ്രിയൻ വരുവതിൽ താമസമേറെയില്ല. വിശുദ്ധിയെ തികച്ചു നമ്മൊരുങ്ങി നിൽക്കാം.
ഇളകുന്നതാ ഭൂവിലെന്തു ഭവിക്കുമെന്നോർത്തുകൊണ്ട് ആകാശത്തിൻ ശക്തി ഇളകുന്നതാ ഭൂവിലെന്തു ഭവിക്കുമെന്നോർത്തുകൊണ്ട് ജനം പേടിച്ചു നേർത്തിവരായിടുന്നേ ഒരു നീട ജനം പേടിച്ചു നേർത്തിവരായിടുന്നേ ഒരു നീട വിശുദ്ധിയെ തികയ്ക്കുന്ന ഒരു നിൽക്കാരുവാനിൽ താമസമേറയില്ല വിശുദ്ധിയെ തികയ്ക്കുന്ന ഒരു നിൽക്കാരുവാനിൽ താമസമേറയില്ല ബുദ്ധിമാന്മാർ തല വീണിടുന്നേ ദൈവശക്തി ത്യജിച്ചവരോടിടുന്നേ ബുദ്ധിമാന്മാർ തല വീണിടുന്നേ ദൈവശക്തി ത്യജിച്ചവരോടിടുന്നേ ലോകമോഹങ്ങൾക്ക് അതിനര തീരുന്നതാ ഒരു നീട ലോകമോഹങ്ങൾക്ക് അതിനര തീരുന്നതാ ഒരു നീട വിശുദ്ധിയെ തികയ്ക്കുന്ന ഒരു നിൽക്കാരുവാതിൽ താമസമേറയില്ല വിശുദ്ധിയെ തികയ്ക്കുന്ന ഒരു നിൽക്കാരുവാതിൽ താമസമേറയില്ല മേഘാരുടേനായി വന്നിടുമേ 10,000 പേരിലും സുന്ദരന്ത മേഘാരുടേനായി വന്നിടുമേ 10,000 പേരിലും സുന്ദരന്ത തന്റെ കോമള രൂപം കണ്ടാനന്ദിപ്പാൻ ഒരു നീട തന്റെ കോമള രൂപം കണ്ടാനന്ദിപ്പാൻ ഒരു നീട വിശുദ്ധിയെ തികയ്ക്കുന്ന ഒരു കരുവതിൽ താമസമേറയില്ല വിശുദ്ധിയെ തികയ്ക്കുന്ന ഒരു കരുവതിൽ താമസമേറയില്ല മാലിന്യപ്പെട്ടിടോടിടുക മണവാളൻ വരവറ്റമടുത്തുപോയി മാലിന്യപ്പെട്ടിടോടിടുക മണവാളൻ വരവറ്റമടുത്തുപോയി മണിയറയിൽ പോയി നമാശ്വസിപ്പാൻ ഒരു നീട മണിയറയിൽ പോയി നമാശ്വസിപ്പാൻ ഒരു നീട വിശുദ്ധിയെ തികയ്ക്കുന്ന കരുവതിൽ താമസമേറയില്ല വിശുദ്ധിയെ തികയ്ക്കുന്ന ഒരു കരുവതിൽ താമസമേറയില്ല ഹല്ലേലൂയ ഹല്ലേലൂയ ജയം ഹല്ലേലൂയ ഹല്ലേലൂയ ജയം ഹല്ലേലൂയ 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 ഓ ഗ്ലോറി 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 ഹല്ലേലൂയ 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 ഓ സ്തോത്രം 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 ഹല്ലേലൂയ 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 നമ്മെ ആത്മാവ് നടത്തിയ കർത്താവിന്റെ കരങ്ങളോർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം ഹല്ലേലൂയ 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 ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടട്ടെ. ജോർജേട്ടനെ കുറിച്ച് 2 വാക്ക് മാത്രം പറയാനായിട്ട് നിൽക്കുകയാണ്. ഞങ്ങളുടെ ഈ കൂട്ടായ്മ നമ്മുടെ ഈ കൂട്ടായ്മ 2000 മെയ് മാസത്തിലാണ് തുടങ്ങുന്നത്. കൂടിയിരിക്കുന്ന VS കുര്യൻ സാറും ജോർജേട്ടനും കുഞ്ഞോളാൻ്റി എല്ലാം ആദ്യത്തെ മീറ്റിംഗ് മുതൽ വർഷങ്ങളോളം ഉണ്ടായിരുന്നു. പിന്നെ പള്ളിയിൽ നിന്ന് പ്രശ്നം എതിർപ്പൊക്കെ വന്നപ്പോഴാണ് ജോർജേട്ടനും ആൻറ്റിയൊക്കെ മാറുന്നത്. എന്നാൽ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരു 2017 മുതലാണെന്ന് തോന്നുന്നു, 17-18 മുതൽ ജോർജേട്ടൻ മുടങ്ങാതെ എല്ലാ ഞായറാഴ്ചയും ചൊവ്വാഴ്ചയും പിന്നെ എൻ്റെ കൂടെ ബുധനും ശനിയൊക്കെയും കൂട്ടായ്മകളിൽ കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു ഹെൽപ്പായിരുന്നു. ഞാനൊന്നും പറയാതെ തന്നെ 6 മണിയോടുകൂടി തന്നെ വന്ന് എന്നെ സഹായിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുമായിരുന്നു. അതിലുപരിയായി ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം, അദ്ദേഹം ദൈവവചനം പ്രസംഗം ഇവിടെ നടക്കുമ്പോൾ വചനം വളരെ കൃത്യമായി അത് കേൾക്കുകയും ഗ്രഹിക്കുകയും ചെയ്യുമായിരുന്നു. ഒരു പ്രാവശ്യം ഇതുപോലെ 1-2 പ്രാവശ്യമൊക്കെ
ആലമ്പള്ളിയിലൊക്കെ എൻ്റെ കൂടെ വന്നപ്പോൾ എന്നോട് പറഞ്ഞായിരുന്നു, എടോ ഈ പ്രസംഗം നമുക്ക് പാത്താമ്പട്ടത്ത് ഹോളി പ്രസംഗിക്കാം. പുള്ളിക്കത് എന്തോ ചില കാര്യങ്ങളൊക്കെ ചില സമയത്ത് ചിലരെയൊക്കെ ടച്ച് ചെയ്യും. ഇന്നലെ ആലമ്പള്ളിയിലും അങ്ങനെ ഒരു വിഷയമാണ് ഞങ്ങൾ എടുത്തത്. അപ്പം ജെസ്സി പറയുകയുണ്ടായി പാത്താമ്പട്ടത്ത് അത് പ്രസംഗിക്കണമെന്ന്. അപ്പം ഞാൻ പറഞ്ഞത് ഇന്ന് ഡിവിഷൻ പറഞ്ഞതുപോലെ നമുക്കെപ്പോഴും ഒന്ന് മാറി പ്രയാസങ്ങളും സങ്കടങ്ങളും ഒക്കെയും കടന്നു വരുമ്പോൾ ഈ ദൈവത്തിൻ്റെ വചനം അത് കേട്ട് അതനുസരിക്കുന്നവർക്ക് വളരെ പ്രയോജനകരമാണ്. കഴിഞ്ഞ ദിവസം ഞാനും ആനിയും കൂടെ ജോറേട്ടൻ്റെ ഭവനത്തിൽ കടന്നു നിന്നപ്പോൾ ആൻറ്റി പറയുകയായിരുന്നു, ഈ അടുത്ത നാളിൽ മോനച്ചൻ്റെ ഒരു പ്രസംഗം കേട്ടിട്ട് നിങ്ങൾ അനുഗ്രഹം അനുഭവിപ്പാൻ വിളിക്കപ്പെട്ടവരായതുകൊണ്ട് അനുഗ്രഹിക്കുന്നവരായിരിക്കും എന്നുള്ള വചനം കേട്ടിട്ട് അദ്ദേഹത്തിൻ്റെ വാചാപ്രാർത്ഥനയിൽ കുഞ്ഞോളാൻ്റെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആ മക്കളെ രണ്ടുപേരുടെയും പേര്, മരുമക്കളുടെ പേര്, കൊച്ചുമക്കളുടെ പേരെല്ലാം പറഞ്ഞ് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി എന്ന് പറയാം. അപ്പം അങ്ങനെ കേൾക്കുന്ന വചനം അത് അനുസരിച്ച് ജീവിക്കുന്ന ഒരു സ്വഭാവമുണ്ടായി. കഴിഞ്ഞ ഞായറാഴ്ച നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന തമാശകളൊക്കെയും പറയുമായിരുന്നു. എന്നാൽ പെട്ടെന്ന് നമ്മിൽ നിന്ന് മാറ്റപ്പെട്ടു, കർത്താവിൻ്റെ സന്നിധിയിൽ വിശ്രമിക്കുന്നു. ഇനിയും ആത്മാവിനെ നിത്യശാന്തി നേർന്നുകൊണ്ട് നമുക്കെല്ലാവർക്കും ഒരു നിമിഷം എഴുന്നേറ്റ് നിന്ന് മൗനമായി ജോറേട്ടൻ്റെ ആത്മാവിന് നിത്യശാന്തി നേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും ഇരിക്കാം. സ്വീകരണമൊന്നും ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു ദിവസം കൂടി, ഒരു വട്ടം കൂടി കർത്താവെ ഞങ്ങൾക്ക് അങ്ങയുടെ മുമ്പിൽ തലമുറിച്ചായിരിക്കുവാനുള്ള ഈ സമ്മർദ്ദം തന്നതിനെ ഓർത്ത് ഞങ്ങൾ സ്തുതിക്കുന്നു കർത്താവെ, സ്തോത്രം ചെയ്യുന്നു കർത്താവെ. കർത്താവെ, 2-3 പേർ അങ്ങയുടെ നാമത്തിൽ ഇവിടെ കൂടിയാലും അവരുടെ നാമത്തിൽ കർത്താവരുടെ മധ്യേ ഞാനുണ്ടെന്നള്ളി ചെയ്തേനെ കർത്താവെ. കർത്താവെ, ഞങ്ങളെ ഈ പകൽ സമയം മുഴുവൻ ഞങ്ങളെ കാത്ത് ഒരു ആഴ്ച കൃപയോർത്ത് ഞങ്ങൾ നന്ദിയോട് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവെ. പാപത്തനത്തിൽ നോക്കുകയും ഞങ്ങളെ വിടുതൽ തന്ന കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു കർത്താവെ. യേശുവെ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെല്ലാം ദൈവമേ നല്ല ദൈവിക വിശ്വാസത്തിൽ വളരുവാനും പാട്ടുപാടി പ്രാർത്ഥനയിലെല്ലാവരും കേട്ട് അതിൽ ജീവിക്കാൻ ദൈവമേ അവരെ സഹായിക്കണമേ കർത്താവെ. കർത്താവെ, ഞങ്ങൾ വചനം കേൾക്കാനിരിക്കുന്ന ഈ ആലയത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ശത്രു തൊടുവാൻ ദൈവമേ ഇടവരുത്തരുത് കർത്താവെ. വചനം പറയുന്ന മോചനങ്ങളുടെയും കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പിഞ്ചുങ്ങളെ മക്കളെ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥന കർത്താവെ. അവരെ അയക്കുന്ന സ്ഥാനത്താക്കണമേ കർത്താവെ. മോചനങ്ങളിന് വചനം പറയുന്ന സമയത്ത് കർത്താവെ തക്കതായ ബലം കൊടുത്ത് ഞങ്ങൾക്ക് പറയുന്ന വചനം കർത്താവെ ഞങ്ങളുടെ മാംസത്തലയിൽ എഴുതിയിടുവാൻ കർത്താവെ അവരെ സഹായിക്കണേ കർത്താവെ. ചുമ്മാതെ കേട്ടെടുത്തങ്ങ് പോകാതെ കർത്താവെ ആ പ്രകാരം ഞങ്ങൾക്ക് ജീവിക്കുവാൻ ഞങ്ങളെ എവിടെ സഹായിക്കണം കർത്താവെ. കർത്താവെ, വയ്യാടിയെ കടന്നു വന്ന ഒത്തിരി പേരുണ്ട് കർത്താവെ. അവർക്കെല്ലാം ഒരു സൗഖ്യത്തിൻ്റെ ഇത് കൊടുക്കണമേ കർത്താവെ. കാരിത്താസ് ആശുപത്രിയിലും തലവേദന എടുത്തിരിക്കുന്നവർ എന്നെയും കർത്താവെ, കുഞ്ഞുളാൻ്റിയുടെ മോൾ അവർക്കെല്ലാവർക്കും സൗഖ്യത്തിൻ്റെ വിടുതൽ കൊടുത്തതിനായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്ന കർത്താവെ. മരിച്ചുപോയ അപ്പച്ചനെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന ആത്മാവിന് ആത്മശാന്തി കൊടുക്കണമേ കർത്താവെ. ആ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ ഞായറാഴ്ച ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു കർത്താവെ. കർത്താവെ, ഞങ്ങളെ കാത്ത് പരിപാലിക്കണം കർത്താവെ. യേശുവേ, സ്തോത്രം കർത്താവെ. സകല യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെയാണ്. യേശു നല്ലവൻ, യേശു വല്ലവൻ,